ഇറാൻ ആക്രമണത്തിൽ സൗദി അറേബ്യയിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. റിയാദിലാണ് ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത്. ഈ മാസം 18-നായിരുന്നു സംഭവമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. വിവരങ്ങളുമായി ജലീൽ കണ്ണമംഗലം ചേരുകയാണ്. ജലീൽ, ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നത് ഈ പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ്. ഇയാൾ ഏത് നാട്ടുകാരനാണ് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എന്താണ് ഇന്ത്യൻ എംബസി പറയുന്നത്? പ്രവിത, ഈ ആക്രമണം തുടങ്ങിയ ശേഷം സൗദിയിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നത് ആദ്യമായിട്ടാണ്. സൗദിയിലെ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം അല്പം മുമ്പ് സ്ഥിരീകരിച്ചത്. മാർച്ച് 18-ന് നടന്ന മിസൈൽ ആക്രമണത്തിലാണ് ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത് എന്നാണ് മനസ്സിലാകുന്നത്, എന്നാണ് ഇന്ത്യൻ എംബസി അറിയിക്കുന്നത്. റിയാദിലാണ്. എന്നാൽ ഇദ്ദേഹം ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള വ്യക്തിയാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ എംബസി പുറത്തു വിട്ടിട്ടില്ല. ഇദ്ദേഹം ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിൽ നിന്നുള്ള ഒരാളാണ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതായാലും സംഭവത്തിൽ റിയാദിലെ ഇന്ത്യൻ എംബസി അനുശോചനം രേഖപ്പെടുത്തി കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങളുമായി എംബസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുന്നുണ്ട്. സ്ഥിതിഗതികളൊക്കെ അവരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സൗദി അധികൃതരുമായും, അതായത് സൗദി ആഭ്യന്തര മന്ത്രാലയവുമായും പോലീസുമായൊക്കെ എംബസി നിരന്തരം ബന്ധപ്പെട്ട് വരികയാണ്. അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ മറ്റു നടപടികളിലൊക്കെ പൂർണ്ണ സഹകരണം ഉറപ്പാക്കുന്നുണ്ട്. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആവശ്യമായ എല്ലാ നിയമ സഹായവും എംബസി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി റിയാദ് ലക്ഷ്യമാക്കി നിരന്തരം ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത്. സൗദിയിലെ മധ്യമേഖലയായ റിയാദിലും അതോടൊപ്പം തന്നെ അൽഖർജിലുമാണ് കൂടുതൽ ആക്രമണങ്ങളും ഉണ്ടാകുന്നത്. റിയാദിലെ പ്രവാസികൾക്കും അതോടൊപ്പം തന്നെ സ്വദേശികൾക്കൊക്കെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി അലേർട്ട് മെസ്സേജുകൾ മൊബൈലിലൊക്കെ വരുന്നുണ്ട്. പലതവണ മിസൈൽ ആക്രമണങ്ങൾ റിയാദിന് നേരെ ഉണ്ടായിരുന്നു, ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടായിരുന്നു. ഈ 18-ാം തീയതി 4 പേർക്ക് പരിക്കേറ്റതായി സൗദി പ്രതിരോധ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ മരണം സ്ഥിരീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ എംബസിയാണ് 18-ാം തീയതി നടന്ന ഈ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചതായി സ്ഥിരീകരിക്കുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ 8-ാം തീയതി അൽഖർജിൽ നടന്ന ആക്രമണത്തിൽ 2 മരണം സ്ഥിരീകരിച്ചിരുന്നു. അത് 2ഉം ബംഗ്ലാദേശ് പൗരന്മാരാണ്. ഏതായാലും പെരുന്നാളായിട്ടും സൗദിക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. 30-ലേറെ ഡ്രോണുകളാണ് ഇന്നലെ രാത്രിയും ഇന്നുമായി സൗദിക്ക് നേരെ വന്നത്. റിയാദിലെ ഇറാന്റെ ആക്രമണത്തിലാണ് ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത്. മാർച്ച് 18-നാണ് മരണം സ്ഥിരീകരിച്ചത് എന്നും ഇന്ത്യൻ എംബസി അറിയിക്കുകയാണ്. വിവരങ്ങളാണ് ജലീൽ കണ്ണമംഗലം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.